ഭരണപക്ഷ എം എൽ എ ആയ ഭരണപക്ഷ എം എൽ എ ആയി നിൽക്കുന്ന പി അൻവർ വഴി തെറ്റിയിരിക്കുന്നു. അതാണ് ശ്രീ ജയരാജൻ അവസാനമായി പറഞ്ഞു വെച്ചത്. അൻവറിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുതയും ഏറ്റവും വലിയ കുറ്റപ്പെടുത്തലും ആരോപണവും എല്ലാം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചായിരുന്നു. അത്രമേൽ മുഖ്യമന്ത്രിക്ക് നേരെയായിരുന്നു ഊന്നൽ. അപ്പോൾ ഒരു പ്രശ്നം ശ്രീ ജയരാജൻ, ആളുകൾ സാധാരണക്കാർ കാണുമ്പോൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന, പാർട്ടിയോടൊപ്പം നിൽക്കുന്ന, മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഒരാൾ വന്നിങ്ങനെയൊക്കെ പറയുന്നു എന്ന ഒരവസ്ഥ അതിനകത്ത് കൈവരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. മാത്രവുമല്ല, അഴിമതി എന്നുള്ളൊരു പ്രശ്നം ഈ സർക്കാരിന് മേൽ ചാർത്തി സ്ഥാപിച്ചെടുക്കാൻ അൻവർ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. മറുഭാഗത്ത് CPIMൻ്റെ വർഗീയ വിരുദ്ധ നിലപാടുകളെ സംശയിക്കും വിധത്തിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കാൻ അൻവർ ശ്രമിക്കുന്നു. ഇതാകെയും കാണുന്ന നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അവരാകെ സർക്കാരിന് ഒരു അപജയം സംഭവിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഇമേജിന്, പ്രതിച്ഛായയ്ക്ക് കളങ്കം തട്ടുന്നു, ഡാമേജ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സർക്കാരിന്, പാർട്ടിക്ക് എന്ന് ചിന്തിച്ചാൽ അവരോട് എന്താണ് പറയുക? ഇവിടെ ശരത്ത് പറഞ്ഞിട്ടുള്ള രണ്ട് വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്നാണ് ഭരണതലത്തിൽ പൂർണ്ണമായിട്ട് അഴിമതി ഒഴിവായി. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചിലയിടത്തൊക്കെ അഴിമതിയുടെ ഭാഗമായിട്ടുള്ള പുഴുക്കുത്തുകളുണ്ട്. കൃത്യമായി തിരിച്ചറിഞ്ഞ സർക്കാരാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ ചിലയിടത്ത് അഴിമതി നടത്തി, ക്രമക്കേടുകൾ നടത്തി, നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടായി, പണാപഹരണം നടത്തിയിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിലപാടല്ലേ കേരളത്തിലെ LDF സർക്കാർ സ്വീകരിച്ചത്? അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണല്ലോ സഖാവ് പിണറായി. അപ്പോൾ ആ പിണറായിയെ ഇങ്ങനെ താറടിച്ച് കാണിക്കുക, അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ ഇടപെടുക, അതാണ് അൻവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു വഴിതെറ്റൽ. അപ്പോൾ എവിടെയാണോ അഴിമതിയുള്ളത്, അത് സഹകരണ മേഖലയിലായാലും ഇനിയിപ്പോൾ പാർട്ടി പ്രവർത്തകന്മാരുടെ കാര്യത്തിലായാലും തെറ്റായിട്ടുള്ള കാര്യം വന്നാൽ കർശനമായ നടപടിയെടുക്കുന്ന ഒരു ഗവൺമെൻറ്, അതുപോലെ തന്നെ പാർട്ടി സംവിധാനം അതിനെ വെല്ലുവിളിച്ചു. രണ്ടാമത് ശരത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ്റും പോലീസും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവതരമായിട്ടുള്ള ആക്ഷേപമാണ്. ഒരു കാര്യം ശരത്തിനറിയാമല്ലോ, അതായത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേട്ടകൾ, കൃത്യമായിട്ട് വ്യാജ ഏറ്റുമുട്ടൽ കഥകളുണ്ടാക്കി മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ ഈ കേരളത്തിൽ. അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ കേരളമാണ് രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ നിലനിർത്തുന്നത് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്, പുസ്തകം വരാനിരിക്കുകയാണല്ലോ, അത് ചർച്ചാ വിഷയമായി. ഞാൻ എൻ്റെ പരിശോധനയിൽ കണ്ടപ്പോൾ കേരളത്തിലെ വർഗീയ ശക്തികൾ എന്ന് പ്രത്യേകിച്ച് RSS, അതാണ് ഏറ്റവും വലിയ വർഗീയ വിപത്ത്. ആ RSS നടത്തിയിട്ടുള്ള ആ അക്രമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായല്ലോ. അതുകൊണ്ട് RSSനെ പറ്റി നമ്മൾ വ്യാമോഹമൊന്നും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. അതോടൊപ്പം RSSൻ്റെ ഇസ്ലാമിക പതിപ്പുകളുണ്ട് കേരളത്തിൽ. ഞാൻ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ 2018 ശേഷം അവിടെ ഒരു വർഗീയ കലാപവും നടന്നില്ലല്ലോ. വെറുതെ ഉണ്ടായതാ? അതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൻ്റെ ബോർഡറിലുള്ള കാസർഗോഡ് ജില്ലയിൽ വടക്കൻ മേഖലയിൽ, കാസർഗോഡ് ജില്ലയുടെ തന്നെ വടക്കൻ മേഖലയിൽ നിരവധി വർഗീയ കൊലപാതകങ്ങളാണ് ഉണ്ടായത്. മുസ്ലിം ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ച് RSS, അതിന് തിരിച്ച് മുസ്ലിം തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുള്ള ചില സംഭവങ്ങൾ. 2018 ശേഷം ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. മാറാട് കലാപം അല്ലേ? ആ കലാപം നടന്നത് ആരുടെ കാലത്താണ്? UDF ഭരിക്കുന്ന കാലത്ത്. ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ വർഗീയതക്കെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് RSS ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയാണ്. ആ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉറപ്പുവരുത്തിയത് യാതൊരു സംശയവുമില്ല എല്ലാ വർഗീയ ശക്തികൾക്കെതിരായിട്ടും ഉറച്ച ഭരണ നടപടികൾ സ്വീകരിച്ച പിണറായിയുടെ ഭരണത്തിൻ്റെ ഫലമായിട്ടാണ്. അതിനെ അനുമോദിക്കാൻ, അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ?
അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലൂടെ വായിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പിണറായിയും പോലീസും ഒക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ നോക്കി എന്ന് മാത്രമല്ല, സഖാവ് മുഹമ്മദ് റിയാസിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ മുഹമ്മദ് റിയാസ് സഖാവ് പിണറായിയുടെ മകളുടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന യുവജന നേതാവാണല്ലോ. അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ ആക്ഷേപം. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പറാണ്. അപ്പോൾ ദുഷ്ടലാക്കോടുകൂടിയുള്ള പല പരാമർശങ്ങളും നടത്തിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം വല്ലാതെ വഴിവിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ ആ വഴിവിടലിനെതിരായിട്ട് ജാഗ്രതയോടുകൂടി നിൽക്കണം എന്നതാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം.